ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്ന് എൻ്റെ ഹോസ്പിറ്റലിലെ ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ്. കഴിഞ്ഞ വർഷം ഞാനൊരു ക്ലിനിക്കിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എൻ്റെ ഫസ്റ്റ് ന്യൂ ഇയർ ആണ്. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പം നമുക്കിന്ന് ന്യൂ ഇയറിന് ഗിഫ്റ്റൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാനൊരു ബെഡ്ഷീറ്റാണ്, ഞാൻ ഏതൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആ ബെഡ്ഷീറ്റാണ് ഗിഫ്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. കാരണം എന്ന് പറയുന്നത് നമ്മൾ അവിടെ പോയിട്ടാണ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആരാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ലോ. ബെഡ്ഷീറ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ബെഡ്ഷീറ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇറങ്ങാറായി, സമയം ഏകദേശം ആവാറായി. എനിക്ക് ആഫ്റ്റർനൂൺ ഡ്യൂട്ടിയാണ്. അപ്പം ഡ്യൂട്ടിയുടെ ഇടയിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ള അറിയത്തില്ല. എന്തായാലും മാക്സിമം ട്രൈ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് ഇറക്കാം. ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ ലോട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എത്തിയപ്പോൾ അടുത്ത് ഞാനാണ് ആ ലോട്ട് എടുത്തത്. പിന്നെ കുറച്ച് ലോട്ടേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. അപ്പോൾ എനിക്ക് ഫ്രണ്ടായിട്ട് അശ്വതി മാഡത്തിനെയാണ് കിട്ടിയത്. കഴിഞ്ഞോ? ഇനിയുണ്ടോ? ഭക്ഷണം കഴിക്കാം. എനിക്ക് ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല ചിക്കൻ കറിയും ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല ഫുഡ് തന്നെയായിരുന്നു. കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഞാനിടയ്ക്ക് പേഷ്യൻറ്റിനെയൊക്കെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് OP ഉണ്ടായിരുന്നു പേഷ്യൻ്റ്. അപ്പോൾ ഞാൻ അവരെ നോക്കാൻ പോയി. ആ ഗ്യാപ്പിൽ ഇവിടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വന്ന് ഒരു 2 പീസ് കേക്ക് കഴിച്ചു. നല്ല അടിപൊളി കേക്കായിരുന്നു. എന്ത് കേക്കാന്നുള്ളത് എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ന്യൂ ഇയർ ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 2-3 പേര് സ്ഥലം മാറി വേറെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കായിട്ടുള്ള യാത്രയപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബാക്കി. അതിൻ്റെയും ഇടയിലിടയിൽ ഞാൻ വന്ന് ജോയിൻ ചെയ്യുമായിരുന്നു. ഫുൾ ടൈം ഞാൻ ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഞാനിനി പ്രത്യേക ആശംസകളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാഗതം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരെയും ജീവിതത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ക്രിസ്മസിൻ്റെ ആശംസകളും പിന്നെ വലിയ അത്രയും സന്തോഷത്തോടെ സ്നേഹത്തോടെ ക്ഷണിച്ച് നിങ്ങളെല്ലാവർക്കും, പ്രത്യേകിച്ച് അശ്വതി ഡോക്ടറിനും മറ്റുള്ള ഡോക്ടേഴ്സിനും പിന്നെ പപ്പടം സാറിനും പിന്നെ എല്ലാവർക്കും നമ്മുടെ സാറ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കും പുതിയ ആൾക്കാർ ഇടയ്ക്ക് കുറച്ച് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ അവിടെ വീഡിയോ ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇടയ്ക്ക് ഞാൻ അവിടെ പ്രോഗ്രാം നടക്കുന്നിടത്ത് പോയി അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കുറച്ച് തിരക്ക് വന്നിട്ട് നോക്കിക്കാണ് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ന്യൂ ഇയർ വ്ളോഗ്. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.